നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൊവ്വള്ളൂർ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉള്ളിയുടെ വിലയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയും അറിയാം ഈ വീഡിയോയിലൂടെ. റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിയുടെ വില. ഇങ്ങനെയുള്ള ഉള്ളിവില കിട്ടണമെങ്കിൽ ഇപ്പോൾ കിലോ 75 മുതൽ കൊടുക്കണം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ. ഒരു കിലോയ്ക്ക് അടുക്കളയിലെ നിത്യസംഭവമായ ഈ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് ഒരു ടേസ്റ്റ് അനുഭവപ്പെടത്തില്ല. ഉള്ളി ഇട്ടെങ്കിൽ മാത്രമേ ഏത് കറിക്കും അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും. സാമ്പാറിനായാലും മറ്റ് കടുക് വറക്കുന്നതിനായാലും ചെറിയ ഉള്ളി അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ് നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ അടുക്കളകളിൽ. കേരളത്തിൽ അപൂർവം മാത്രമേ ഉള്ളി കൃഷികളുള്ളൂ. എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം. ഇപ്പോൾ മഴയുടെ സീസണായതുകൊണ്ട് വരവും കുറവാണ്. അതുകൊണ്ടാണ് ഈ ഉള്ളിക്ക് ഇപ്പോൾ റോക്കറ്റ് പോലെ വില കുതിക്കുന്നത്. ഉള്ളി തന്നെ പല സൈസുകളുണ്ട്. അഞ്ചൽ ഏറം കാർഷിക വിപണിയിൽ 27/5/2025 നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയൊന്നും നോക്കാം. പയർ കിലോ 65, പാവയ്ക്ക 1 കിലോ 60 മുതൽ 65, പടവലം 1 കിലോ 20, കോവൽ 1 കിലോ 35, അതായത് കോവയ്ക്ക, കുമ്പളം 1 കിലോ 75, മത്തൻ 1 കിലോ 30, ചുരയ്ക്ക 1 കിലോ 20, വെള്ളരി 1 കിലോ 25, കത്തിരി 1 കിലോ 30, വെണ്ടയ്ക്ക 50, പപ്പയ കിലോ 25 മുതൽ 30, മുളക് കിലോ 125, കാന്താരി 1 കിലോ 400, പാഷൻ ഫ്രൂട്ട് 1 കിലോ 70, കറിനാരങ്ങ 1 കിലോ 40, ചെറുനാരങ്ങ 1 കിലോ 80, കുക്കമ്പർ 1 കിലോ 25 മുതൽ 30, മരച്ചീനി 1 കിലോ 25, വാഴക്കൂമ്പ് 1 പീസ് 7, പൈനാപ്പിൾ 1 കിലോ 40, ഇഞ്ചി 1 കിലോ 150, നിത്യവഴുതന 1 കിലോ 70, നാളികേരം കിലോ 86, തടിയൻകായ 1 കിലോ 10 മുതൽ 15, ശീമച്ചക്ക 1 കിലോ 50, ചീര 1 കിലോ 40, ചീര പച്ച 1 കിലോ 30, ചേന കിലോ 70, ചേന വിത്ത് കിലോ 90, ചേമ്പ് കിലോ 65, കാച്ചിൽ കിലോ 60, കിഴങ്ങ് 1 കിലോ 55, കൂർക്ക 1 കിലോ 75, കോഴിമുട്ട 1 പീസ് 8, ഡ്രാഗൺ ഫ്രൂട്ട് 1 കിലോ 160, ഏത്തൻ 1 കിലോ 58 മുതൽ 65, കപ്പ 1 കിലോ 50 മുതൽ 60, പൂവൻ 35 മുതൽ 40, പാളയൻകോടൻ 1 കിലോ 20 മുതൽ 25, റോബസ്റ്റ 1 കിലോ 18 മുതൽ 25, ഞാലിപ്പൂവൻ 25 മുതൽ 50 എന്നിവയാണ് അവിടെ വന്നത്. എന്തായാലും കർഷകർ ഇത്രയും സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്ന് വിപണിയിൽ കൊടുത്തതിന് വളരെ അധികം നന്ദി. കർഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. നേരത്തെ അതിഭയങ്കരമായ വേനലിൽ നിന്നാണ് കർഷകർ ഇത്രയും ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്നത്. ഇപ്പോൾ നല്ല മഴയാണെങ്കിലും കലിതുള്ളിയ മഴയാണെങ്കിലും കർഷകർ ഇത്രയും ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടാണ് ഇത്രയും കാർഷിക ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടെത്തിച്ചത്. വീഡിയോ ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി.